ഹലോ ഫ്രണ്ട്സ്, സടംവേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ചാനലിൻ്റെ കസ്റ്റം URL എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. കസ്റ്റം URL എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. കസ്റ്റം URL യൂട്യൂബിൽ നമ്മുടെ ചാനലിന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെർച്ച് ബോക്സിലൊക്കെ നമ്മൾ ആ URL ആൾക്കാർ സെർച്ച് ചെയ്യാൻ നേരത്ത് നമ്മുടെ ചാനലിൽ തന്നെ നേരിട്ട് യൂട്യൂബിലോട്ട് ചെല്ലുന്നതായിരിക്കും. കസ്റ്റം URL വർഷത്തിൽ 3 പ്രാവശ്യം മാത്രമേ ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഒരു നെയിം വെച്ച് നമ്മൾ കസ്റ്റം URL സെറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ നെയിം നമുക്ക് മാറ്റണമെന്ന് തോന്നി വേറൊരു നെയിം ഇട്ടിട്ട് വീണ്ടും നമുക്ക് എങ്ങനെ ആ കസ്റ്റം URL പുതിയ നെയിമിലോട്ട് സെറ്റ് ചെയ്യാം എന്നൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ആൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതുപുത്തൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗായ്സ്. അതിനായിട്ട് നിങ്ങൾ ഈ ക്രോം ബ്രൗസർ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് മുകളിൽ 3 ഡോട്ട്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഈ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ ഇങ്ങനെ എനേബിൾ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ എനേബിൾ ചെയ്തായിരുന്നു ഇട്ടിരുന്നത്. ഇവിടെ ഈ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് ഇവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഒരു സെർച്ച് ബാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സെർച്ച് ബാറിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്ന ഇത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. studio.youtube.com എന്ന് നിങ്ങൾ ക്രോം ബ്രൗസറിൽ സെർച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചാനലിൻ്റെ സ്റ്റുഡിയോ ഇവിടെ ഓപ്പണായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് വെയിറ്റ് ചെയ്യണം. നെറ്റിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് നമ്മളിങ്ങനെ സ്ലോ ആയിട്ട് വരുന്നത്. നമ്മുടെ ചാനലിൻ്റെ സ്റ്റുഡിയോ ഇപ്പോൾ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ URL നമ്മുടെ പഴയ URL ചേഞ്ച് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മുടെ എങ്ങനെ പുതിയ URL സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഈ മാർക്ക് ചെയ്ത് കാണിക്കുന്ന ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്ന ആ ഓപ്ഷനിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു പേജ് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ ബേസിക് ഇൻഫോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കസ്റ്റം URL എന്ന് പറയുന്ന ഓപ്ഷൻ. നിലവിൽ നമ്മുടെ ചാനലിൻ്റെ കസ്റ്റം URL ഇവിടെ നിങ്ങൾക്ക് ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ നെയിം നിങ്ങൾ ചേഞ്ച് ചെയ്തെങ്കിൽ ആ പുതിയ നെയിം വെച്ച് എങ്ങനെ URL സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ഈ അടിയിൽ ഈ URL നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണം. അതിന് ഇവിടെ അടിയിൽ ഡിലീറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പുതിയൊരു പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യാൻ നേരത്ത് ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. എബോട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും റിമൂവ് എന്ന് പറയുന്നത്. ആ റിമൂവിങ് ഒക്കെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇവിടെ വേറെ റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ കസ്റ്റം URL ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ബാക്ക് ഇറങ്ങി ഫോണും ഫുള്ളൊന്ന് ക്ലീൻ ആക്കിയിട്ട് നിങ്ങൾ ഒന്നും കൂടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ബേസിക് ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് നിങ്ങളുടെ കസ്റ്റം URL എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ ചാനലിൻ്റെ നെയിം വെച്ച് നിങ്ങൾക്ക് പുതിയ കസ്റ്റം URL സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്.